എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞ് നേരെ എടുത്ത് ചാടി അങ്ങോട്ട് ഓടരുത്. ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണിച്ചു തരണേ. അല്ല, ഞാൻ പോയില്ല എന്നല്ല പറയണേ. ഞാൻ ഈ കൃപാസനത്തിൽ പോവാണ്ടായ കാരണം ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം. ഷൂട്ടിന്റെ സമയത്ത് പോലും രാവിലെ ഡെയിലി പള്ളിക്ക് വിട്ടിട്ടുണ്ട്. കുർബാന വരുന്നവരോട് ക്യാമറമാൻ ആയിട്ട് നിങ്ങൾ രാവിലെ പള്ളിക്ക് വിട്ടിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങള് ചിന്തിച്ചു, ഇപ്പൊ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് തെറ്റിയതാണോ? പത്രം വയറിൽ വെച്ച് കിട്ടിയാൽ വയറുവേദന, മൂലത്തിൽ വെച്ചാൽ മൂലക്കുരു മാറും, പെട്രോൾ ടാങ്കിൽ ഇട്ടാൽ പെട്രോൾ വരും, ഗ്യാസ് ഊറ്റിയിൽ വെച്ചാൽ ഗ്യാസ് വരും. അങ്ങനെ കാണാനിരിക്കുന്ന എത്രയോ അത്ഭുതങ്ങളുടെ ഉറവിടമാണ് ശബാനാസനം. ലോജിക്കും റിലീജിയനും ഒരുപോലെ പാരലി കൊണ്ടുപോയി എനിക്ക് ലോകത്ത് ഈ പുള്ളിയെ കൊണ്ടേ എനിക്കിപ്പോഴും ഓർമ്മയാണ് ട്രാൻസ് ഇറങ്ങിയ സമയത്ത്. ട്രാൻസ് ഇറങ്ങിയത് കൊണ്ടാണ് കോവിഡ് വന്നതെന്ന് വരപ്പെടുന്നത്. ഇപ്പൊ വഞ്ചിക്കരുത്, അസൂയപ്പെടരുത്, അന്യന്റെ ഭാര്യ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. എനിക്ക് അന്യന്റെ വസ്തു വേണ്ട, എനിക്ക് അന്യന്റെ ഭാര്യയും വേണ്ട. ചെയ്യുന്ന കാര്യം അനിയന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അനിയന്റെ സ്ട്രേഞ്ചർ മിണ്ടാതിരുന്ന ആളാ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസികളെ ട്രിഗർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്കുള്ള. ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, എനിക്ക് വേണമെങ്കിൽ ഈ പടം റിജക്ട് ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചത് യേശുക്രിസ്തുവിനോടാണ്. സത്യമാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് വരെ ഇഷ്ടമാണ് ഈ പടം ഇറങ്ങുന്നത്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹലോ, സിനിമാത്തിക്കിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് കൂടെ ഇന്നുള്ളത് അപൂർവ പുത്രന്മാർ എന്ന സിനിമയുടെ ക്രൂ ആണ്. മീറ്റ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ദ ക്യാമറമാൻ രഞ്ജിത്ത്, ശ്രീജിത്ത് ആൻഡ് ഷെൻഡു. നമുക്ക് ഈ സിനിമയെ പറ്റിയുള്ള വിശേഷങ്ങൾ, ഇതിനുശേഷമുള്ള നിരവധി വിമർശനങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. ഞാൻ സിനിമ കണ്ടിറങ്ങിയ ശേഷം ഞാൻ ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇതിനെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന മതത്തെ പറ്റിയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഐഡിയ എന്താ? നിങ്ങൾ ഉദ്ദേശിച്ച സിനിമ തന്നെയാണോ പുറത്ത് വന്നിരിക്കുന്നത്? അതിനെയാണോ ആളുകൾ വിമർശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഇതിനകത്ത് ഒരു ആൻസർ? അതായത് ഈ കത്തോലിക്ക സഭയില്ലേ, അപ്പൊ കത്തോലിക്ക സഭയില് ഇത്തരം ഇത് നമ്മൾ ജനിച്ച സമയത്ത് ഇത് പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഈ കൃപാസനവും അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇത് കുറച്ചു നാളിനും ശേഷം വന്ന പരിപാടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബാക്കി എനിക്കറിയില്ല. അപ്പൊ കൃത്യമായിട്ട് ഈ ആക്ച്വൽ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ സിനിമകൾ മൊത്തം കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത്? അതെ അതെ. ഇവര് പറഞ്ഞ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ ചില അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള, ഇപ്പോൾ വിശ്വാസങ്ങളിൽ തന്നെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്, വിശ്വാസിയുണ്ട്, അന്ധവിശ്വാസിയുണ്ട്. അപ്പൊ അതിനെതിരെയുള്ള ഒരു കാര്യമായിട്ടാണ് ഇവരത് എടുത്തു വെക്കണെന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് കറക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കൃപാസനത്തിന്റെ കാര്യം പറഞ്ഞില്ല, സിനിമയിൽ ഇപ്പം ഒരു കഥാപാത്രത്തെ കൃപാസനമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൃപാസനം പത്രം സിനിമയിൽ പറയുന്നില്ല കൃപാസനം. കൃപാസനം അല്ല, കഥാപാത്രത്തിന്റെ പേര് വെച്ചിട്ട് പറയുന്നുണ്ട്. അതിന്റെ പത്രം എടുക്കുക, പെട്രോൾ ടാങ്ക് കൊണ്ടിട്ട് പെട്രോൾ, അതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പിന്നെ അതിലൊരു ആർട്ടിസ്റ്റ് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതൊക്കെ റിയൽ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതൊക്കെയാണ്. യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരുപാട് കമന്റ് സെക്ഷനിലുള്ള ആളുകൾ വന്നിട്ട് പറയുന്ന ഓക്കെ ഇത് അങ്ങനല്ല, സിനിമ ഇപ്പൊ നിങ്ങൾ വേറെ രീതിയിലാണ്, നിങ്ങൾ വിഷമാണ് പറയുന്നതൊക്കെ രീതിയിലാണ് കമന്റ് സെക്ഷനിൽ വന്ന ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ കൃപാസനത്തില്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പോയിട്ട് ഉടമ്പടി എടുത്ത ഒരാളാണ്. അപ്പൊ ഞാനന്ന് ഇപ്പൊ എന്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കുർബാനയ്ക്ക് പോകും. ഞാൻ കുർബാന അങ്ങനെ മുടക്കാറില്ല, കുർബാനയ്ക്ക് പോകും. പിന്നെ ഈ അമിതമായിട്ടുള്ള ഈ കത്തോലിക്ക സഭയിൽ ചില കാര്യങ്ങളുണ്ട്, അമിതമായിട്ടുള്ള വിശുദ്ധരോടുള്ള ആദരവും അമിതമായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ, അതിനോട് എനിക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാത്ത. കുർബാനയ്ക്ക് ആള് കുറവായിരിക്കും, ഈ നൊവേനയ്ക്ക് ആള് കൂടുതൽ. അത് നിങ്ങള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഈ ചില പള്ളികളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ആള് കൂടുതലാണ്. അന്ന് ഈ ഞായറാഴ്ച ദിവസത്തെ കുർബാനയ്ക്ക് ഒരു മനുഷ്യനുണ്ടാവില്ല. അപ്പൊ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് വെച്ചിട്ട് ജീസസ് ആയിരിക്കണം ഫസ്റ്റ്. ജീസസിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എന്തിനെങ്കിലും ക്രിസ്ത്യൻ ഫെയ്ത്ത് വെച്ചിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്റെ വിശ്വാസപ്രകാരം അത് ഫേക്കാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെയ്ത്തിലോട്ട് വരുന്നത് ശരിയല്ല. അപ്പൊ ഇത് കൃപാസനത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്നിട്ട് ആ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഉടമ്പടി എടുക്കാം, അത് നമുക്ക് ലഭിക്കും. ലഭിക്കാത്തതിന്റെ പേരിൽ സൂസൈഡ് ചെയ്ത ആൾക്കാർ വരെ ഉണ്ട്.
അപ്പൊ അത് ശരിയല്ല. അങ്ങനത്തെ ഒരു ഫെയ്ത്ത് നമ്മൾ ആളുകളിലോട്ട് മാനിപ്പുലേറ്റ് ഈ ഫെയ്ത്ത് എപ്പോഴും നല്ലതാണ്. ഫെയ്ത്തിനെ നമ്മൾ അങ്ങനത്തെ ഒരു ഫെയ്ത്തിന് വേണ്ടിയിട്ട് ആളുകളിലോട്ട് അടിച്ചമർത്തി കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ആവും, മെന്റൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഞാൻ ശരിയാകുന്നില്ല എന്ന ചിന്ത വരും, അനാവശ്യമായ പാപബോധം വരും. ഇതൊക്കെ ആളുകളെ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കും. അപ്പൊ അത് ചില ആളുകളുടെ വിശ്വാസം വരെ ഇല്ലാതാവാനും ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു പേരിലാണ് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്തത് പോലും. അപ്പൊ ഈ സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അതായത് ഇപ്പം ഈ ആക്ച്വൽ ജെന്യുവൻ ആയിട്ടുള്ള ഫെയ്ത്ത് ഉള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് പാടില്ല. ജെന്യുവൻ ആയിട്ട് ഫെയ്ത്ത് ഉള്ള ആളുകൾക്ക് വേറെ ഫെയ്ത്തിന്റെ ആവശ്യമില്ല, അവൻ അതിൽ തന്നെ നിന്നോളും. ശരിക്കും ഫെയ്ത്ത് ഇല്ലാത്ത ആളുകളാണ് ഇതിൽ നിന്ന് വീണ്ടും തെറ്റിപ്പോവാനിടയാവുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള ഫെയ്ത്ത് ആണെങ്കിൽ അവന് പിന്നെ വേറെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ അത് എടുത്ത് കാണിക്കണം. എനിക്ക് തെറ്റായി തോന്നിട്ടുണ്ട്. കാരണം നമ്മള് എവിടെങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞാൽ നേരെ എടുത്ത് ചാടി അങ്ങോട്ട് ഓടരുത്. അളിയൻ പോയിട്ടില്ലേ? അല്ല, ഞാൻ പോയില്ല എന്നല്ല പറയണേ. ഞാൻ ഈ കൃപാസനത്തിൽ പോവാണ്ടായ കാരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്റെ ഫാമിലിയിൽ നിന്ന് വീട്ടുകാർ പറഞ്ഞു, എടാ അവരൊക്കെ പോകുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കി, എന്താണെന്ന് പോയി നോക്കാൻ. ഞാൻ പോയി നോക്കിയപ്പോ എനിക്ക് അവിടുത്തെ ഒരു ചുറ്റുപാടും അത്രയ്ക്ക് നന്നായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നോർമലി രാവിലെ ഞാൻ എടുത്ത കാര്യം പറയാം. ചുറ്റുപാട് മോശമായിരിക്കൂല. ചുറ്റുപാടുകൾ അവിടുത്തെ ആളുകൾ പെരുമാറ്റമൊക്കെ കുറച്ചൊരു കുറച്ചൊരു ദൈവസ്നേഹമുള്ള ആള് പെരുമാറുന്നത്. ഒരിക്കലും ദൈവസ്നേഹമുള്ള ആൾക്ക് ഒരാളോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. അല്ലാത്ത ആൾക്കാർ പെരുമാറുന്നത് രണ്ട് രീതിയാണ്. അതിനൊരു ഉദാഹരണം എന്താ വെച്ചാൽ, നമ്മുടെ ഫിലിമില് ഒരു സീനിൽ അഭിനയിച്ച ഒരു അമ്മയും മോനും ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അവർക്ക് നമ്മളൊരു ആ ഒരു സീൻ നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴത്തുന്ന കമന്റ്സ്, അതായത് ഈ തെറി ഉൾപ്പെടെയുള്ള വളരെ മോശമായിട്ട് രീതിയിൽ, കാരണം അവര് ഇതിനകത്ത് അങ്ങനെ അവര് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. മനസ്സിലായില്ല. നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എടുക്കുവാണെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം നിറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കും, അവർക്ക് റിലീഫാണ്. ഇങ്ങനെ ഇപ്പൊ ഒരു വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുമ്പോൾ അവർക്ക് ഭയങ്കര റിലീഫായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിനിമ നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ജെനുവിൻ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരു അടിയായി. അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ എടുക്കുന്നതിന്റെ മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ സ്വീകരിച്ചതിന്റെ മിസ്റ്റേക്കാണ്. നമ്മൾ മുന്നോട്ട് വെച്ച എന്തെന്ന് വെച്ചാൽ, ഇതിന് കത്തോലിക്ക സഭയുടെ അണ്ടറിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൃപാസനം ഇപ്പം ബ്രോ പറഞ്ഞതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇപ്പം അശരണർക്കും സാധാരണക്കാർക്കും ഒരു ആശ്രയമാകുന്ന രീതിയിൽ ഇതാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കട്ടെ. എന്തിനാണ് ഈ അച്ഛന്മാരൊക്കെ വന്നിരുന്നിട്ട് ഇതിൽ കടിച്ചു തൂങ്ങി കിടക്കണം? എന്തിനാണ്? എനിക്ക് പറയാനുള്ളൊരു ബിസിനസ് അവര് മാറ്റുവാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വചനമുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസം വേണം. അല്ലാതെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചാലേ എനിക്കത് ലഭിക്കുള്ളൂ എന്നൊരു വിശ്വാസം വേണം. ഇതിന് അപ്പൊ ഞാൻ പറയാൻ വന്നത് മറ്റേ കാര്യം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ കൃപാസനത്തിൽ പോയ കാര്യം. ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനു മുമ്പ് നോർമലി ഞാൻ എവിടെയും പോവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. രാവിലെ നേരത്തെ എഴുന്നേക്കും, ഞാൻ ഇരുന്ന് മോർണിംഗ് പ്രയർ ചൊല്ലും. ഈ 3 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകും. എന്റെ റൊട്ടീൻ അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കും. ഷൂട്ടിന്റെ സമയത്ത് പോലും രാവിലെ ഡെയിലി പള്ളിക്ക് വിട്ടിട്ടുണ്ട്. കുർബാന വരുന്നവരോട് ക്യാമറമാൻ ആയിട്ട് നിങ്ങൾ രാവിലെ പള്ളിക്ക് വിട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റൻസിന്റെ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ പോയി പള്ളിയിൽ പോയിട്ട് വന്ന് കുർബാന കൂടി വന്നിട്ടാണ് എന്നും. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസം കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വളരെ കഷ്ടപ്പെട്ടും അവര് അതിനൊരു ആശ്വാസം കിട്ടും എന്നുള്ള ഫീലിലായിരിക്കും ഒരു സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കെതിരെയാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത്. അവർ ചൂഷണം ചെയ്യാൻ പാടില്ല. അവർ വേണമെങ്കിൽ ആശ്വാസം പള്ളിയിൽ പോയിക്കോട്ടെ. ഇതിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാ നാട്ടിലും ഇപ്പൊ പള്ളി ബേസ് ചെയ്തിട്ടാലും അമ്പലം ബേസ് ചെയ്താലും എന്ത് നോക്കിയാലും എല്ലാ നാട്ടിലും അവരവർക്ക് അവരുടേതായ പ്രാർത്ഥനാലയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നൊരു സ്ഥലത്ത് പോയാലേ ദൈവം പ്രസാദിപ്പിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാലയത്തിന്റെ ആവശ്യമില്ല നാട്ടില്. എൻ്റെ അഭിപ്രായത്തില് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പ്രാർത്ഥനാലയത്തിൽ പോവുക.
അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ കൃപാസനത്തിൽ പോയി വന്നിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു, വീട്ടുകാരുടെ നിർബന്ധത്തില് പോയി വന്നിട്ടുണ്ടായ അനുഭവം, എന്റെ നോർമലി ഉള്ള പ്രയർ അങ്ങ് മുടങ്ങി. ഞാൻ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഇല്ലാതാവാൻ തുടങ്ങി. എന്റെ ആ പ്രയർ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് തെറ്റാണ്, ശരിയായ രീതിയല്ല എന്നുകൊണ്ട് ഞാൻ അത് ആദ്യം ഉപേക്ഷിച്ചു. പിന്നെ വീണ്ടും തോന്നി ഇത് എടുത്താൽ, അപ്പൊ ഇവരൊരു പേടിപ്പിക്കുന്ന രീതികളുണ്ട്, ഇത് എടുത്തിട്ട് മുടങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ അതൊരു ഭയം. അപ്പൊ ഞാൻ നമ്മുടെ പടത്തിലെ ഡയലോഗ്. അപ്പൊ ഞാൻ വീണ്ടും പോയിട്ട് ഈ സംഭവം എടുത്തു, വീണ്ടും അത് മുടങ്ങി. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ദൈവമായിട്ട് മുടക്കണതാ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്കപ്പോ ഇപ്പൊ ഒരു ഡൗട്ട്, അതായത് നമ്മളിപ്പോ പള്ളിയിലും ഇങ്ങനെ വിശുദ്ധന്മാരെ മറ്റേ തുണി വെച്ചിട്ടുണ്ട്, പിന്നെ ചെറിയ മറ്റേ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പൊ അതിനെയും പള്ളിയിൽ വെച്ചുകൊണ്ട് അത് പള്ളിയെയും ബിസിനസ് ആക്കി മാറ്റുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളാക്കിയൊക്കെ മാറ്റുന്നുണ്ട്. അതെന്താണ് സംഭവം? അല്ല ചേട്ടാ, ഇത് ബിസിനസ്സായി. ഇപ്പൊ ഞാൻ പറയാലോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഒരുപാട് നേർച്ചിടാനൊന്നും പോകാറില്ല. ഇപ്പൊ നമ്മളൊരു പള്ളിയിൽ പോകുമ്പോ ചെറിയ പൈസ ചെറിയ പൈസ അച്ഛന് നിത്യചെലവിനുള്ള കറണ്ട് ബില്ലുണ്ട്, കറണ്ട് ബില്ല് അടയ്ക്കണം, സൗണ്ട് സിസ്റ്റം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, വൃത്തിയാക്കണം, അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. ഈ അമിതമായിട്ട് കൊണ്ടുപോയി പൈസ കൊടുക്കരുത്, അത് തെറ്റാ. ഞാൻ ധ്യാനത്തിന് പോകാറുണ്ട്. ആ ധ്യാനത്തിന് പോകുന്ന സമയത്ത് 800 രൂപ ഫീസ്. 800 രൂപ ഫീസ് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഫുഡും ഭക്ഷണവും, അതല്ലാതെ ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കാറില്ല. അല്ല, നേരത്തെ കേസും കൂടെ പറയണം. ആയിട്ടുള്ള 4 നേരം പള്ളിയിൽ പോകുന്ന സിനിമ ഷൂട്ടിങ്ങിനിടയിൽ പള്ളിയിൽ പൊക്കോണ്ടിരുന്ന ഒരാളാണ് ഇതിന്റെ ക്യാമറാമാൻ. ഇദ്ദേഹം തന്നെ ഇപ്പൊ ഇതിന് ഡിഫെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോജിക്കും റിലീജിയനും ഒരുപോലെ പാരലി കൊണ്ടുപോയി എനിക്കൊന്ന് ലോകത്ത് ഈ പുള്ളിയെ കൊണ്ടേ നമുക്ക് വിവേകം തന്നിട്ടുണ്ട് ദൈവം, അത് ഉപയോഗിക്കണം. വിവേകം വിവേകം നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ പടം ചെയ്തത്. നിങ്ങൾക്ക് വിവേകം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പടം ചെയ്തത്. മറ്റേ അവിടെ പോകുന്നവർക്ക് അല്ല, അവര് ഉപയോഗിക്കട്ടെ. ചില ആൾക്കാർക്ക് അതല്ല ഞാൻ ചോദിച്ചത്, അവിടെ പോകുന്നവർക്ക് വിവേകം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അങ്ങനെ ഞാനത് പറയുന്നില്ല. മറ്റ് ട്രോളുകൾ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അതെ, നിങ്ങൾ സംവിധായകന്റെ പേര് രഞ്ജിത്താണ്, ഓക്കെ, അവൻ ഇന്ന മാത്രമുള്ള അപ്പൊ ഇന്ന മാത്രമുള്ള ആളാണ്, അതുകൊണ്ടാണ് അവൻ ഈ ക്രിസ്ത്യാനികൾക്ക് അഗൻസ്റ്റ് ആയിട്ട് അവൻ സിനിമ ചെയ്തത്, അതുകൊണ്ട് കൃപാസനത്തിന് അഗൻസ്റ്റ് ആയിട്ട് അവൻ സിനിമ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് രജിത്തേട്ടൻ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ടാണ് ഇതിന്റെ റിയാലിറ്റി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ സിനിമ. അല്ല, പുള്ളി ആക്ച്വലി നാട്ടില് പള്ളിയില് പാട്ട് പാടി നല്ലൊരു ഗായകനാണ്, നന്നായി പാട്ടും പാടും. അപ്പൊ ഒരു രീതിയിൽ റിലീജിയനെ നിങ്ങൾ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിലീജിയൻ ഈ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളെ ട്രിഗർ ചെയ്യാനോ വേണ്ടി എടുത്തൊരു സിനിമയല്ല. അതിനെ ചൂഷണം ചെയ്യുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എതിരായിട്ടുള്ള സിനിമയാണ്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് പലരും നമുക്കെതിരെ ഇപ്പം കുറച്ച് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്, ഹേറ്റ് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അത് നമ്മളെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് പല ആൾക്കാരെ. അത് ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോ ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല, ഇത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിന്തിച്ചു, ഇതിപ്പോ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് തെറ്റിയതാണോ. ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ രാത്രി പുള്ളി എടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് തിയേറ്ററിൽ പോവാം. അപ്പൊ പുള്ളി വന്നില്ല. ഞാൻ എന്നിട്ട് എന്റെ 2 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ പോയി. അപ്പോ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 10-30 പേര് തിയേറ്ററിൽ രാത്രിയിലുണ്ട്. അല്ല, ലേറ്റ് നൈറ്റ് ഷോ ആയിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ 10-12 മണിക്ക് ശേഷമാണ്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന പടം കാണുന്ന സമയത്ത് ഇവര് ഫാമിലി ആയിട്ടാ വന്നു നോക്കണം, ഇവര് ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിയതല്ല, ഇത് ഹേറ്റ് ക്യാമ്പയിനിങ് ഉണ്ട് ഈ പടത്തിനത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എനിക്ക് സിനിമയുടെ ക്രക്സ് മനസ്സിലാക്കാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ ഇത്രയും ഹേറ്റ് ക്യാമ്പയിൻ പോലെ. അന്ധവിശ്വാസികളാണ് ഇതിനകത്ത് നമുക്കെതിരെ. എനിക്ക് തോന്നുന്നു ആളുകൾ നിലനിൽപ്പ് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. അല്ല, ഇത് ജനങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ തേടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അലയണ്ട. നമ്മള് പ്യൂർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ദൈവം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മൾ കുറെ ഓടരുത്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവമുണ്ട്, അത് മനസ്സിലാക്കണം. നന്മ ചിന്തിച്ചാൽ നന്മ സംഭവിക്കും, തിന്മ ചിന്തിച്ചാൽ തിന്മ സംഭവിക്കും. ഇതാണ് ലോജിക്ക്. ദൈവം എന്നുള്ള സാധനത്തിന്റെ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. പേരിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് ട്രോളുകൾ നമ്മൾ കണ്ടിരുന്നു. സംവിധായകന്റെ പേര് ഇന്നതായോണ്ട് ആണ് നിങ്ങൾ ഇന്ന സംഭവത്തിനെ പറ്റി നിങ്ങൾ കളിയാക്കുന്നുള്ളത്. അതിനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു? അല്ലെ, സത്യത്തിൽ റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. അല്ല, ഇത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
ഈ സിനിമയിൽ എന്നെ കണ്ടുവന്ന വേറൊരു സംഭവമായിരുന്നു ഞാൻ കണ്ടപ്പോൾ. അതായത് ഇതിനകത്തെ തുടക്ക സമയത്ത് വന്നൊരു ഗുണ്ട, അദ്ദേഹം കയ്യിൽ ഒരു ചരടോ മറ്റോ കിട്ടിയിരുന്നു. അതിനെയൊക്കെ വല്ലാത്ത രീതിയിലാണ് ഇതിനകത്ത്. അതെ, അത് ഡയറക്ടേഴ്സിന്റെ പ്ലാനിങ് ആണ്. അതായത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതില് മറ്റേ അമ്പലത്തിൽ നിന്ന് വരുന്ന 2 പെൺപിള്ളേരില്ലേ, അവര് നമ്മള് ഹിന്ദുക്കളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് കാണിക്കേണ്ട സാഹചര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലൊക്കേഷൻ കാണാൻ പോയി. ലൊക്കേഷൻ കാണാൻ പോയപ്പം വേറെ ആ സീന് ഷൂട്ട് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഷൂട്ടിംഗ് ആ സമയത്ത് അനുവദിച്ചില്ല. അപ്പൊ ഈ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് ലൊക്കേഷനിലെത്തി. അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു അമ്പലമുണ്ട്. ആക്ച്വലി നമ്മുടെ പള്ളി, നമ്മുടെ സിനിമയ്ക്കകത്ത് അത് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരുന്നത് അത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പെൺപിള്ളേരായിട്ട് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ അവിടെ പള്ളിയില്ല, അവിടെ ഒരു അമ്പലം ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉടനെ അവിടെ വെച്ച് മാറ്റി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, അത് പേര് വേറെ ആയിരുന്നു, നാൻസി ദീപ ദീപ്തി. അപ്പൊ ഈ പേരിനെ വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പം ഇത് മറ്റേ കയ്യിൽ ചരട് കെട്ടി അവനെയും നമ്മള് ക്രിസ്തു മതത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. എൻഡില് അയാളൊരു വിശ്വാസിയാക്കി മാലയൊക്കെ ഇട്ട്, മനസ്സിലായില്ലേ, കൊന്തയൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അവിടെ എന്താക്കി, മറ്റേ ഹിന്ദു ആയിരുന്ന ഒരാളെ നമ്മൾ കൺവെർട്ട് ആക്കിയെന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി അതല്ല സംഭവിച്ചത്. ആ സമയത്ത് എന്തോ കോസ്റ്റ്യൂമർ അറിയാണ്ട് കൊടുത്ത സാധനം, നമ്മള് പറഞ്ഞു കൊടുത്ത സാധനം തന്നെ നമ്മള് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇപ്പൊ പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ മോട്ടിവേഷൻ എന്തെന്ന് വെച്ചാല്, പൈസ ഉള്ള അവരെ അടിച്ചിങ്ങോട്ട് വലിച്ചെടുക്കുക എന്നുള്ള. നമ്മളെ നായികമാര് ക്യാഷുള്ള വീട്ടിലെ പെൺപിള്ളേരാണല്ലോ, ഇവന്മാര് ഒന്നും ഇല്ലാത്തവരുമാണല്ലോ. അപ്പം ഇവന്മാർ ആഗ്രഹം ആ പൈസ ഉള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണല്ലോ. അപ്പൊ അതിനകത്തും അവരൊരു വർഗീയത കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചിന്തിക്കണവർക്ക് അങ്ങനെ ചിന്തിച്ച്, വർഗീയത മാത്രം ചിന്തിക്കുന്നവർക്ക് വർഗീയത ചിന്തിക്കാം, അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. സിനിമയിൽ ഇപ്പം ഉടനീളം പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് എല്ലാം നമ്മള് മുൻപ് എപ്പോഴേക്കോ അവിടെ ഇവിടെയൊക്കെ കേട്ട കാര്യങ്ങൾ, പത്രം, അത് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ പർട്ടിക്കുലർലി ഇത് തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാര്യം? ഈ സാധാരണക്കാർക്ക് ചിലപ്പം ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്. അത് ഇപ്പം അതൊരു പരിഹാസ രൂപേണയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹേർട്ട് ആവത്തില്ല. ഇപ്പം ഞാൻ പറയുവാണ് നിങ്ങൾ കറുത്തിരിക്കുവാണ്, നിങ്ങൾ കറുത്തിരിക്കുവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഹേർട്ട് ആവും. പക്ഷെ ഞാനതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ദേഷ്യം വരത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ മതത്തിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിട്ടുണ്ട്. അതും സെയിം ആയിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ട്രാൻസ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ട് ഇങ്ങനെ വരെ പറയണ്ടേ, അതായത് ട്രാൻസ് ഇറങ്ങിയത് കൊണ്ടാണ് കോവിഡ് വന്നതെന്ന് വരെ പറഞ്ഞു. ഇനി നാളെ നമുക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ ട്രാൻസ് ഇറങ്ങിയത് കൊണ്ടാണ് കോവിഡ്. കമന്റ് വന്നിട്ടുണ്ട്, അമ്മ മാതാവ് നിങ്ങൾക്ക് പണി തരും. അപ്പൊ ഞാൻ ആലോചിക്കണത്, ഈ അമ്മ മാതാവ് പറയണത് യേശുക്രിസ്തുവിന്റെ അമ്മയല്ലേ, അല്ലാതെ ഇവരുടെ വീട്ടിലത്തെ അമ്മയല്ലേ. അമ്മ മാതാവ് കൃപാസന അച്ഛന് മാത്രമല്ലേ ഈ അമ്മയുള്ളത്. ഈ അമ്മ മാതാവ് യേശുവിന്റെ അമ്മ. യേശു മരിക്കുന്ന സമയത്ത് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് പോയത്. അത് എല്ലാവർക്കും ഉള്ളതാ, അല്ലാതെ ബൈബിൾ പ്രകാരം അങ്ങനെയാണ്. അല്ലാണ്ട് ഈ പറയണമാരുടെ ഈ അങ്ങനെയാണ്. ഇത് മറ്റെന്താ പറയാ, കൂടോത്രം എന്നല്ലേ പറയാ. ഇത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റും. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രാർത്ഥനയാണ്. അപ്പം ആ ട്രാൻസിൽ അവര് സ്ട്രെയിറ്റ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ കുറച്ചു പേർക്ക് ഹേർട്ട് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത്, പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ പരിഹാസ രൂപേണ ഞങ്ങൾ ഇതെങ്ങനെ മറ്റുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര എക്സ്പോഷർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നേരിട്ട് കണ്ട് അത് കറക്റ്റ് ആയിട്ട് സിനിമയിൽ കൊണ്ടുവരാം. അതെ. പിന്നെ അത് മാത്രമല്ല, അതില് നമ്മള് ആരാധന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധമായ അതായത് പരിഹാസം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ക എങ്ങനെയാണോ അതുപോലെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ ശബാനാശ്രമവും ഇതൊന്നും പള്ളിയിലല്ല. ഇപ്പൊ ഈ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, വിശുദ്ധൻ അങ്ങനെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഇതല്ലേ വിശുദ്ധനാക്കാനൊന്നും പറ്റത്തില്ല പറയുന്നുണ്ട്. പള്ളി വിശുദ്ധനാക്കിയതല്ല, സഭ വിശുദ്ധനാക്കിയതല്ലേ ഈ പടത്തിൽ പറയും. ഈ നാട്ടുകാരെ അന്ധമായി വിശ്വസിച്ചിട്ട് പുള്ളിനെ അങ്ങ് വിശുദ്ധനാക്കിയതാണ്. പക്ഷെ എനിക്ക് ഈ സഭ വിശുദ്ധനാക്കുന്നതിനെ പറ്റിയും
എനിക്ക് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇത് അതെന്തുവാണെന്നുള്ള സാധനം. അല്ല, അത് നിങ്ങൾ നല്ലൊരു പുരോഹിതന്റെ അടുത്ത് പോയി ഡൗട്ട് ചോദിക്കുക, അപ്പൊ അവര് പറഞ്ഞു തരും. ഡൗട്ട് ചോദിക്കാത്തതുകൊണ്ടാണ് അത്. നിങ്ങൾ ക്രിസ്ത്യാനാണല്ലോ, നിങ്ങൾ പോയിട്ട് ചോദിക്കുക, ഒരു മെത്രാന്റെ അടുത്തോ പിതാവിന്റെ അടുത്തോ, നിങ്ങൾക്ക് എല്ലായിടത്തും പോവാം. എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ നീ പറഞ്ഞ പുരോഹിതനാണ് ഈ മറ്റേ കൃപാസനം പിടിച്ചോണ്ടിരിക്കുന്നത്? അത് അല്ല, രവിചേട്ടൻ അവിടെ പോയി ചോദിക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കൃപാസനത്തിലെ അച്ഛന്റെ അടുത്ത് ഞാൻ കൊച്ചിലെ ഒരു മിനിറ്റ് ഞാൻ ചെറുതിലെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ പോയിട്ട് എന്റെ പള്ളിയിലെ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വിഗ്രഹാരാധന ശരിയല്ല എന്നുള്ള ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ നോക്കുമ്പോ പള്ളിയിൽ ഇങ്ങനെ പള്ളിക്കകത്ത് തന്നെ വിഗ്രഹങ്ങളാണല്ലോ ഇരിക്കുന്നത്, അല്ലേ? ആണോ? അല്ലേ? അപ്പം ആ വിഗ്രഹങ്ങൾ ഇരിക്കും. നമ്മൾ ഇതിനെയാണ് അച്ഛൻ. അല്ല, ഇത് ഞാൻ പറയുന്നത്, ഇത് കാണുന്ന ഏതെങ്കിലും കത്തോലിക്ക പുരോഹിതന്മാരുണ്ടെങ്കിൽ പുള്ളിയുടെ ആൻസർ കൊടുക്കുക. അത് അവര് ബാധ്യസ്ഥരാണ്. പുള്ളി ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കാതെ ആൾക്കാരെ എന്നോട് വിശ്വസിക്കുക പറഞ്ഞാല് കാര്യമില്ല. എന്നോട് എന്നിട്ട് ദേഷ്യപ്പെടുക അവര്. അല്ല, എനിക്കും ഇത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരാള് വൈദികനാവും, പിന്നെ ഒരു കാര്യം കൂടെ, അതേ വേറൊരു കേസുണ്ട്. എന്നെ പഠിപ്പിച്ച സിസ്റ്റർ, ആ സിസ്റ്റർ എന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ സിസ്റ്റർ മതബോധന ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ആദോ ഹവയിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നതെന്ന് ആദ്യ മാതാപിതാക്കളിൽ നിന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റർ സ്കൂളിൽ വന്നിട്ട് മറ്റത് പറയുന്നത് കുരങ്ങന്റെ എന്നാണ് പരിണാമം സംഭവിച്ചിട്ടാണ് മനുഷ്യരുണ്ടാകുന്നത്. അപ്പൊ ഇത് അവര് ഒന്നില്ലെങ്കിൽ അവര് വിശ്വാസത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇവര് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റർ ആവണേ. അങ്ങനെ പിന്നെ ഈ പരിപാടി പഠിപ്പിക്കാൻ പോകരുത്. അത് അവരുടെ ഭാഗത്തുള്ള തെറ്റാണ്. ഞാനിപ്പോ കാത്തലിക് വിശ്വാസിയാണ്, അത് അവര് ചെയ്യരുത്, സിസ്റ്റേഴ്സ് ചെയ്യരുത്. ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 9 മക്കളെ വളർത്തുന്നുണ്ട്. പുള്ളി ഭയങ്കര കാത്തലിക് ഫെയ്ത്താ. അപ്പൊ പുള്ളിയുടെ കോൺസെപ്റ്റില് പുള്ളിക്ക് ഈ മക്കളെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കാലിൽ കൊണ്ട് വീഴ്ത്തിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. ദക്ഷിണ വെച്ച് എന്നത് പഠിക്കാൻ പോകുമ്പോൾ ദക്ഷിണ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പുള്ളിയുടേത്. പഠിപ്പിച്ചാൽ മതി, പിള്ളേർ ബുദ്ധി ഉണ്ടെങ്കിൽ പഠിച്ചോളൂ ഈ ദക്ഷിണ. അപ്പൊ ഈ സിസ്റ്റർമാർ ഇതിനു വേണ്ടി നിർബന്ധിപ്പിക്കുക പിള്ളേരെ. അപ്പൊ ഇത് ഫെയ്ത്തില് വരുമ്പോ ഇവര് തന്നെ ഇത് ചെയ്യും, ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയും ചെയ്യണത് ശരിയല്ല. പിന്നെ പള്ളിയുടെ ആൾക്കാരെ കയറിയിട്ട് സൂംബ ഡാൻസ് കളിക്കുക, പിള്ളേരെ കൂട്ടി നിർത്തിയിട്ട് പള്ളിക്കകത്ത് ഡാൻസ് പ്രോഗ്രാം നടത്തുക. എങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, ആൾക്കാർ അവര് വിശ്വസിക്കുന്നത് ഭയങ്കര ദിവ്യമായ ഒരു സംഭവം നടക്കുന്ന ഒരു സാധനമായിട്ടാണ്. അവിടെ ഡാൻസ് കളിപ്പിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പം എനിക്കല്ലേ ഷെൻഡോ ചേട്ടൻ പറയുന്നത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അതുകൊണ്ടല്ല, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ സത്യമുള്ള കാര്യമാണ്, അതല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങള് 4 നേരം പള്ളിയിലും പോയി കുർബാനയും കൊണ്ട് ഈ ഷൂട്ടിങ്ങിനിടയിലും പള്ളിയിൽ പോകുന്ന ഒരാള് ലോജിക്കലി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വെളിയിറങ്ങി വേറെ ആരോടും പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. ഈ പള്ളിയിൽ ഇങ്ങനെ പോകുന്ന ഒരാള് ഇങ്ങനെ ഇത്ര ലോജിക്കലി പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇല്ല, അങ്ങനെ ആളില്ല, ഇങ്ങനെ പറയത്തുള്ളൂ. അല്ല, ഞാൻ പള്ളിയിൽ പോകുന്നത് എനിക്കൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ വൈകിട്ട് പള്ളിയിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ എനിക്ക് അവിടെ പോയി കഴിയുമ്പോൾ അത്രയും നേരത്തെ ഒരു നെഗറ്റീവ് സാധനം എന്റെ മൈൻഡിൽ നിന്ന് പോകുന്നുണ്ട്. അത് എനിക്ക് നല്ലതാണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നു. അതെ അതെ, ഒരിക്കൽ പുള്ളി എന്നെ ഞാൻ വിളിച്ചു വെച്ചു, അറിയാൻ എവിടെയാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു പുള്ളി കുമ്പസരിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്ത് ഭാഗ്യമാണ് നമുക്കൊരു സ്ഥലത്ത് പോയിട്ടില്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ സ്പേസ് കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു വീണ്ടും അത് തന്നെ ചെയ്യാം. വീണ്ടും അത് തന്നെ ചെയ്യാം. എനിക്ക് എന്തും ചെയ്യാം. ഒരു ആ ഞായറാഴ്ച അവിടെ അത് ഈ കുമ്പസാരത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, വീണ്ടും ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പണ്ട് മദ്യപിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ എല്ലാ വക പരിപാടിക്കും ഞാൻ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു 3 വർഷമായിട്ട് ഞാൻ മദ്യപിക്കാൻ എനിക്ക് നല്ലതല്ല എന്ന് തോന്നിയപ്പോ ഞാൻ അതങ്ങ് വിട്ടു. അപ്പൊ അത് നമ്മൾ വീണ്ടും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിൽ പവറാണ്. അല്ല ചേട്ടാ, ഇപ്പൊ ഞാന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലതല്ലാന്ന് തോന്നിയ കാര്യം ഞാൻ കട്ട് ചെയ്തു. അപ്പൊ അതിപ്പോ എനിക്ക് നല്ലതല്ലാന്ന് ഞാൻ കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ പുള്ളിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങിയ സമയത്ത് അമ്പലത്തിൽ നിന്ന് കുറച്ച്
അതായത് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു സംഭവം അയാൾ നമ്മുടെ അടുത്ത് കൊണ്ടുതന്നു. അപ്പൊ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും നിന്ദിക്കാറില്ല, വിശ്വാസമൊക്കെ ഓക്കെ. പക്ഷെ പുള്ളി അത് വാങ്ങിയില്ല, പുള്ളി റിജക്ട് ചെയ്തത്. അത് എനിക്ക് അതായത് മുഖത്തടിച്ചോട് പറഞ്ഞു വേണ്ട, ഒരു നെഗറ്റീവ് ഒരു ഫീൽ പോവാ അങ്ങോട്ട്. അല്ല ചേട്ടാ, ഞാൻ പറയാം ചേട്ടാ, നിങ്ങള് ഒരു മുസ്ലിമിന് വിളിച്ചിട്ട് കുറച്ച് പന്നിക്കറി വെച്ചിട്ട് കൊണ്ടുകൊടുത്താൽ കഴിക്കുമോ അവർ? കഴിക്കില്ല. കഴിക്കില്ല. ഇത് ഞാൻ പറയട്ടെ, എന്റെ ഫെയ്ത്ത് പ്രകാരം, ഞാൻ എന്റെ ഫെയ്ത്ത് കൊണ്ട് വേറെ ആരും ഹേർട്ട് ചെയ്യിക്കാറില്ല. എന്റെ ഫെയ്ത്ത് പ്രകാരം ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിലാണ്. അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കരുത് എന്റെ ഫെയ്ത്തിലുണ്ട്. അയ്യോ, അങ്ങനെ പറയാൻ കാര്യം എനിക്ക് എന്റെ ഫെയ്ത്ത്, എനിക്ക് എന്താ കുഴപ്പം? ബൈബിൾ പറയുന്ന നമുക്ക് പറയുന്ന പാപങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നമ്മൾ ഒരു പാപം ചെയ്യാത്ത ആളാണ്, കള്ളം പറയാത്ത ആളാണ്. ഏത്? ഒരിക്കലും നമ്മൾ കള്ളം പറയും. അല്ല ബ്രോ, ഞാൻ പറയുന്നത് ഞാൻ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഇപ്പൊ കള്ളം പറയാതിരിക്കാൻ ഞാൻ കള്ളം പറയാറില്ല. അല്ല ഈ മാക്സിമം അല്ല, ഞാൻ കള്ളം പറയാറില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കള്ളം പറയാറില്ല. അപ്പൊ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. എന്തുകൊണ്ട് റിജക്ട് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫെയ്ത്തിൽ വിശ്വസിക്കണം, അതിൽ വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കണം, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. പിന്നെ മുസ്ലിംസിൽ വിശ്വസിക്കേണ്ട, അതിൽ വിശ്വസിക്കുക. ഞാൻ അതിന് അഗെയിൻസ്റ്റ് പറയുന്നില്ല, അവരതിൽ വിശ്വസിച്ചോട്ടെ. എൻ്റെ ഫെയ്ത്ത് ഞാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അതെനിക്ക് വേണ്ട. അത് കഴിച്ചില്ലെങ്കിൽ ഇപ്പം എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല, കഴിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് സംഭവിക്കാനും പോകുന്നില്ല. അതെനിക്ക് വേണ്ടാന്ന് എൻ്റെ തീരുമാനമാണ്, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. പിന്നെ ഇത് ഇപ്പം ഞാൻ എന്ന് വെച്ച് ഞാനിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കില്ല എന്നല്ല പറയണേ. എൻ്റെ കൂട്ടുകാരൻ ഫൈസൽ പെരുന്നാളിന് വിളിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീതേട്ടൻ നാളെ ശ്രീതേട്ടൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് വിളിച്ചാൽ ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കും. ഞാൻ പറയുന്നത് ഇത് എനിക്ക് ഇപ്പം ഞാനത് അറിയാതെ കഴിച്ചു വിചാരിച്ചത് എനിക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. അത് എൻ്റെ ഫെയ്ത്താണ്, അത് ഫെയ്ത്തിനെ ഞാൻ സംരക്ഷിക്കുന്നു. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരുടെയും ഫെയ്ത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇപ്പം നാളെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് മാത്രം പർട്ടിക്കുലർ ആയിട്ട് കുറെ വിശ്വാസങ്ങളുണ്ട്, ഞാൻ അതിപ്പം അപ്പം അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വിശ്വാസം ആകുമ്പോഴത്തേന് അത് വലിയൊരു പ്രശ്നം ആവത്തില്ലേ? അത് അല്ല, ഇത് ഞാൻ പറയുന്നത് ഈ വിശ്വസിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ആ വിശ്വാസം വേറൊരുത്തനെ ദോഷം ചെയ്യുന്നുണ്ടെങ്കിലല്ലേ തെറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോ എന്റെ വിശ്വാസമാണ് ഞാൻ ഡെയിലി പള്ളിയിൽ പോകാന്നുള്ളത്. അപ്പൊ ഞാനൊരു കാറ് വാങ്ങി. നേരത്തെ ഞാൻ പ്രൊഡക്ഷന്റെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഷെൻഡോ ചേട്ടൻ പറഞ്ഞതിനകത്ത് വൺ അമംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ആണ് പറഞ്ഞത്. എന്റെ മതത്തിൽ പറയുന്നുണ്ട്, ഞാൻ അന്യമതസ്ഥർ പൂജ ചെയ്ത സാധനങ്ങൾ ഞാൻ കഴിക്കില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളും ക്രിസ്ത്യനാണല്ലോ. അതെ, അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് തന്നെ മുസ്ലിം മതത്തിലും പറയുന്നുണ്ട്. അല്ല, അതല്ല ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ നാളെ ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ വന്നിട്ട് പറയുകയാണ്, ഓക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം വേറെയാണ്, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇന്ന പർട്ടിക്കുലർ ആളുകളോട് എനിക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആളുകൾ വരുവാ, അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ വിശ്വാസങ്ങൾ വരുവാണെങ്കിൽ അത് പ്രശ്നമാവത്തില്ലേ? നമ്മൾ അതാണ് ചോദിക്കുന്നത്. അല്ല, അവൻ മിണ്ടില്ലെങ്കിൽ മിണ്ടണ്ട, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, അത് പ്രശ്നമല്ല. നമ്മള് ഹ്യൂമൻ ബീങ്സ് ആസ് കളക്റ്റീവ് നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് ആണ്. അല്ല, അവന് ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവൻ മിണ്ടുന്നില്ല പറഞ്ഞത്. ഒരാൾ അങ്ങനെ തീരുമാനം എടുക്കുന്നു, പക്ഷെ അങ്ങനെ മൾട്ടിപ്പിൾ ആളുകൾ എടുക്കുമ്പോഴത്തേനും അത് നമുക്ക് പ്രശ്നമാവത്തില്ല. കാരണം ഇതിപ്പോ എല്ലാത്തിന്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം വിശ്വാസമായിരിക്കും വരുന്നത്. അപ്പം ഒരാളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, നാളെ മൾട്ടിപ്പിൾ ആളുകൾ അങ്ങനെ തീരുമാനം എടുക്കും. ഈ അൾട്ടിമേറ്റ് ലിബറലിസം എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴത്തേന് എനിക്കറിയില്ല. ഞാൻ പ്രശ്നം എന്ന് പറയുമ്പോ ഇപ്പം ബൈബിള്, രാമായണം എല്ലാം അതിനെല്ലാം, പക്ഷെ ഇതിനെ ആരാധിക്കാൻ ഇത് എഴുതിയവരോ ആരും പറയുന്നില്ല. ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം മനുഷ്യൻ എങ്ങനെ നല്ല രീതിയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാത്തിലും പറഞ്ഞേക്കുന്നത് നമ്മൾ മനുഷ്യൻ എങ്ങനെ മനുഷ്യനായിട്ട് നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളതിനാണ് ഈ മതങ്ങളുടെ ഇത്. എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരാളെ ഹേർട്ട് ചെയ്യാനും വേറൊരാളെ ഉപദ്രവിക്കാനും പോകാറില്ല. ഇപ്പൊ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു ടൈം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സോറി പോയി പറയും, ഞാൻ പോയി സോറി പറയും, മാപ്പ് പറയും. സെറ്റിൽ വെച്ച് പോലും പഴയ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആർട്ട് ഡയറക്ടറായിട്ട് ദേഷ്യപ്പെട്ട അവസ്ഥ വന്നു. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി സോറി പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞാൻ അവിടെ പുള്ളിയുടെ മതമോ ജാതിയോ കളറോ ഒന്നും നോക്കാറില്ല. പക്ഷെ ഈ ചില കാര്യങ്ങളിൽ അത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചേട്ടാ, എന്റെ ഫെയ്ത്ത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എന്റെ വിശ്വാസമാണ്.
ഞാനൊരു കാര്യം പറയട്ടെ, ആ. ഇപ്പം ഷെൻഡോ ബ്രോ ഇങ്ങനെ പറഞ്ഞു, ഈ സെയിം സംഭവമാണ് അമിതമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ഈ ചേട്ടാ ഞാൻ പറയണത് അതെ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചേട്ടൻ പറയുന്നത് ഇതിന്റെ ഒരു ചെറിയൊരു എക്സ്ട്രീം, ഇതിന്റെ വലിയൊരു എക്സ്ട്രീമാണ് അവിടെ. ആ ആളുകളാണ് പുള്ളിക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്, അതെനിക്കറിയാം. എനിക്ക് ഇതിന്റെ അവര് വിശ്വസിക്കുന്ന അങ്ങനെ ആയിരിക്കും. അല്ല പുള്ളി ഇപ്പൊ ആക്ച്വലി ഉദ്ദേശിക്കണേ, പുള്ളി ഇപ്പൊ ഈ ഒരു മതത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളിയുടെ പടത്തിന്റെ പ്രൊമോഷനാണ് പുള്ളി ഉദ്ദേശിക്കണേ. ആ സാധനത്തെക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഒരു പ്രൊമോഷൻ എന്ന രീതിയിലല്ല ഞാൻ ഇതിലും പറയുന്നത്. പച്ചക്കായിട്ട് പറയാൻ വരുന്നത്. ഞാൻ പറഞ്ഞതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ല ഞാൻ പുള്ളി ഈ സാധനം ഇൻസിഡൻസ് എടുത്തിടുന്നത് പോലും പ്രൊമോഷൻ എന്നുള്ള സാധനത്തിലാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഏതൊരു മതത്തിലായാലും മനുഷ്യൻ, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ തന്നെ പോകുന്നു, എനിക്ക് ഉറപ്പൊന്നുമില്ല. അത് സ്വർഗം എന്ന് കൺസെപ്റ്റ് കണ്ടിട്ടാണ് എല്ലാവരും നന്മ ചെയ്യുന്നത്. അല്ല അങ്ങനല്ല, മതത്തില് ചേട്ടാ ഞാൻ നന്മ ചെയ്യാറില്ല. മതത്തില് വിശ്വസിക്കുന്ന ആൾക്കാര് സ്വർഗം എന്നൊരു സാധനം കൺസെപ്റ്റ് കണ്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവര് അവർക്ക് സ്വർഗമുണ്ട്. അത് ചിലപ്പോ അല്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് പോകില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. അല്ല അത് നല്ലതാണ്, നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, അതെ, ആളുകളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് നല്ലതാണ്. അതിനൊന്നും ഞാൻ ഒരിക്കലും പറയാം, അത് തെറ്റ് പറയത്തില്ല. ഇപ്പം എന്നോട് ഷെൻഡോ ചേട്ടൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ പ്രേരണയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു വിശ്വാസമൊക്കെ വരികയും ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ വരികയും അവർ ഇതിൽ നിന്ന് പിന്തിരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ കാര്യമാണ്. അതും ചിലപ്പോൾ നമുക്കിപ്പോൾ സാധാരണ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ചെന്ന് അവരോട് സംസാരിച്ചാലൊന്നും ചിലപ്പോൾ അവരതിൽ നിന്ന് പിന്തിരിയണം എന്നില്ല. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ വിശ്വാസം ചിലപ്പോൾ പറയാം, ഓക്കെ ഞാൻ ദൈവത്തെ കണ്ടു, സ്വപ്നത്തിൽ ദൈവത്തെ കണ്ടു, എനിക്ക് ആത്മഹത്യ അങ്ങനെ പറയുന്ന ആളുകളും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അവൻ ചെയ്തു തലേ ദിവസം. ഞാൻ അന്നത്തെ ദിവസം സ്വപ്നം കാണാം. പിറ്റേ ദിവസം ഞാൻ ഇവന്റെ ഐഡന്റിറ്റി എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് അവനെ വിളിച്ചു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഇയാളെ ഐഡന്റിറ്റി കിട്ടിയപ്പോ വിളിച്ച് സംസാരിച്ചപ്പോ പുള്ളിക്കാരനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ധ്യാനത്തിനൊക്കെ വിട്ടു. പുള്ളിക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി, ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായത് വലിയ കാര്യമാണ്. ഏത് ചേട്ടാ, ഒരു പ്രയർ ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് നമ്മള് വേറൊരാളുടെ ലൈഫിന് വേണ്ടിയിട്ട് വേറൊരാളിൽ നിന്ന് പൈസ ഉണ്ടാക്കാനോ, നമ്മളിവിടെ നമ്മുടെ കയ്യിൽ നിന്ന് അന്നാ പിന്നെ ദൈവം കുറെ അനുഗ്രഹം തന്നു പറഞ്ഞിട്ട് നമ്മൾ വാരിക്കോരി കൊടുക്കണതാണ് തെറ്റ്. അപൂർവ പുത്രന്മാരിലെ 2 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും. അപ്പം ഇവർക്ക് ഈ സിനിമയിലെ ഈ പർട്ടിക്കുലർ പോർഷനിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ നാളെ ഇത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും കൺസേൺ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി അത് അവരൊരു ഇത്രയ്ക്ക് അവർ ചിന്തിച്ചിട്ടാണോ ഇത് ചെയ്തതെന്നും എനിക്കറിയില്ല. അല്ല, ഞങ്ങൾ ഇന്റൻഷൻ വെച്ച് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ടാണ് കൃപാസനത്തിന് ഞങ്ങൾ അവിടെ സെബാനാസനം എന്നിട്ടത്. യൂട്യൂബിൽ നിന്ന് വീഡിയോ സെയിം ആയിട്ട് ഞങ്ങൾ അത് തന്നെ യൂസ് ചെയ്തു. ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടു യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, അദ്ദേഹത്തിന്റെ ജീപ്പിന്റെ മറ്റോ എഞ്ചിൻ കേടായെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും. അപ്പൊ പെട്രോൾ ടാങ്കിനകത്ത് പേപ്പറിന്റെ കഷ്ണം ഉണ്ടെന്ന് അത് തിരക്കി ചെല്ലുമ്പോൾ പറയാം, അത് ചേട്ടാ അത് ഞാൻ ആശ്രമത്തിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് മൈലേജ് കൂടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ സത്യം പറഞ്ഞ ഇത് ആദ്യമേ ഇത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ വീഡിയോ കണ്ടപ്പോഴേ എനിക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്നത്. ഇതിന്റെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശ്രമം ചെയ്യുന്നത് പോലും ഒരു തരം അവരുടെ പബ്ലിസിറ്റിയാണ്. കൃപാസനം നടിച്ചിട്ടാണ് അവര് പേപ്പർ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഫുള്ള് പബ്ലിസിറ്റി ആണ് സാധനം. അത് ഞാൻ ഫേക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സിനിമയ്ക്കുള്ളിൽ തന്നെ ഒരു സീനില് പബ്ലിക് ജനങ്ങള് ഈ സബാനാസനം എന്ന് പറഞ്ഞ പത്രം ഭയങ്കര സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവന്മാര് ആ പത്രത്തിൽ ടച്ചിങ്സ് ആയിട്ട് നമ്മള് ആ ഒരു ഷോട്ട് തന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത്, മറ്റേ നമ്മുടെ ഈ ഹോളി വാട്ടർ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഇവര് മറ്റേ കൈയൊക്കെ കഴുകി വെക്കുന്ന വെള്ളം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളൊന്നും നമുക്ക് ഒരു പാപവും ചെയ്യാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ചെയ്യാതിരിക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. വഞ്ചിക്കരുത്, അസൂയപ്പെടരുത്. ഇപ്പൊ വഞ്ചിക്കരുത്, അസൂയപ്പെടരുത്, അന്യന്റെ ഭാര്യ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. എനിക്ക് അന്യന്റെ വസ്തു വേണ്ട, എനിക്ക് അന്യന്റെ ഭാര്യയും വേണ്ട.
പ്രശ്നം കഴിഞ്ഞില്ലേ? പക്ഷെ നമ്മള് ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഇന്റൻഷനലി ചെയ്യുന്ന കാര്യം അനിയന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അനിയന്റെ അനിയന്റെ സ്ട്രേഞ്ചർ മിണ്ടാതിരുന്ന ആളാ ഭാര്യ എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസികളെ ട്രിഗർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പടം റിജക്ട് ചെയ്യാം. അതെ അതെ ഞാൻ ഒരു പ്രാവശ്യം ഇത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഈ പടം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് ഞാൻ വേറൊരു പടം പോയി. അപ്പൊ ഈ പുള്ളിയുടെ അന്നത്തെ ഒരു പ്രൊഡ്യൂസറും പോയി. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ആ പ്രൊഡ്യൂസറായിട്ട് അടി ഉണ്ടാക്കി നിൽക്കായിരുന്നു പോയി. അതായത് പുള്ളിക്ക് വേറൊരു ക്യാമറാമാനെ വെക്കണം. ഞാൻ പറഞ്ഞു ചിന്ത വെച്ചാൽ മതി. അപ്പൊ ഞാൻ എന്നിട്ട് വേറൊരു തമിഴ് പടത്തിൽ പോയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ പടം സ്റ്റാർട്ട് ആവുന്നു. അപ്പൊ ലാസ്റ്റ് മുമ്പിൽ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഓക്കെ. അപ്പൊ എനിക്ക് അന്ന് ഞാൻ കൺഫർമേഷൻ എടുക്കാറുണ്ട്. ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് കൺഫർമേഷൻ എടുക്കാറുണ്ട്. എനിക്ക് ഈ പടം ചെയ്യാനുള്ള കൺഫർമേഷൻ കിട്ടിയതിന്റെ പേര് ഞാൻ പടം ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് യേശുക്രിസ്തുവിനോടാണ്. സത്യമാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് വരെ ഇഷ്ടമാണ് ഈ പടം ഇറങ്ങണത്. പുള്ളിയുടെയും കൂടി ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് വരെ തോന്നുന്നുണ്ടാവും ഇവന്മാര് എന്റെ പേരും പറഞ്ഞിട്ട് വേറെ കുറെ ആൾക്കാരെ പുറകെയാണ്. നമ്മുടെ സിനിമയെ പറയുന്നുണ്ട്, നിന്റെ അപ്പനെ വിറ്റല്ലേടാ പള്ളിക്കാര് അവര് പൈസ നാട്ടുകാർ ഉൾപ്പെടെ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ പള്ളിയുടെ ഒരു സീക്വൻസിലുണ്ട്. അത് ഇതിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അല്ല, അതില് ഒരു ഡയലോഗ് ഉണ്ട്. ഈ അച്ഛൻ വിശുദ്ധ സബാനോസേ എനിക്ക് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇയാള് വിശുദ്ധനായിട്ടില്ല. അപ്പൊ തന്നെ അച്ഛൻ അയ്യോ എന്റെ കർത്താവ് എന്നെ രക്ഷിക്കണേന്നാ പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കലും നമ്മള് സഭയുടെ വിശ്വാസത്തിന് പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ശരിക്കുള്ള ഒരു വിശ്വാസത്തിലുള്ള ആള് തെറി പറയില്ല. എന്തിനാണ് ഈ തെറി കമന്റുകള് ഇതിന്റെ താഴെ ഇടുന്നത്? അപ്പൊ ഇവനൊന്നും വിശ്വാസിയല്ല. മറ്റൊരു കാര്യം എന്തോ ആയിക്കോട്ടെ, വേറൊരാൾക്ക് മോശമായിട്ടൊരു കാര്യം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇതിനെതിരാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിനും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇങ്ങനെ സിനിമ എത്തിച്ചതിനും ഇതിന് വിമർശനങ്ങളൊക്കെ നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങൾ അത് നേരിടുന്നു. നിങ്ങൾക്ക് ഇത് വലിയൊരു കാര്യമാണ്. ഇത്ര നേരം നമ്മളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ബാക്കിയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെലുയാന്ന് പറയാൻ വന്നതാണ്. ശരിയാവേല.